Yours is the name above all names. What a powerful name it is. What a powerful name it is. The name of Jesus Christ, my King. What a powerful name it is. Nothing compares to this. What a powerful name it is. The name of Jesus. What a powerful name it is. The name of Jesus. What a powerful name it is. The name of Jesus. I say this name for every of our church believer. The name of Jesus. And now we come to the Word of God. നമുക്ക് ദൈവവചനത്തിനടുത്തേക്ക് കടന്നു ചെല്ലാം. I spend a lot of time asking the Lord for what word to bring to the people. ഞാൻ കർത്താവിനോട് അനേക സമയങ്ങൾ ചെലവഴിച്ച് ഞാൻ പ്രാർത്ഥിച്ച ഏത് വചനമാണ് ഇന്ന് പകൽക്കാലം ഇവിടെ പങ്കുവെക്കേണ്ടതെന്നുള്ളത്. Over 50 years I've preached thousands of messages. കഴിഞ്ഞ 50 വർഷങ്ങളായിട്ട് അനേക ആയിരക്കണക്കിന് പ്രസംഗങ്ങൾ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. But the challenge is to bring to the God's people what He is saying now for a particular people. എന്നാൽ വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ആ ഒരു ദൈവസഭയ്ക്ക് ദൈവജനത്തിന് ആവശ്യമായിട്ടുള്ള ആ തക്കതായ ആ ഒരു സന്ദേശം കൈമാറുക എന്നുള്ളതാണ്. Out of the logos of God to bring a particular word which is rhema. എഴുതപ്പെട്ട ഈ ദൈവവചനത്തിൽ നിന്ന് തക്കതായ ഒരു വചനം ദൈവജനത്തിന് വേണ്ടി കൈമാറുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു വെല്ലുവിളി. My message is entitled Cultivating a closer relationship with Christ. ക്രിസ്തുവുമായിട്ട് അടുത്തൊരു ബന്ധം സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ സന്ദേശം. And before I bring my message, I want to share with you a teaching method found in the scriptures. ഞാൻ ഈ വചനത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നായിട്ട് ഒരു വചനം പഠിക്കേണ്ട ഒരു രീതിയെക്കുറിച്ച് ഞാൻ പറയാം. So please turn your Bibles with me to Psalm 119. സങ്കീർത്തനം 119 സങ്കീർത്തനം. Psalm 119 is the longest psalm in the Bible and it celebrates the word of God. 119 സങ്കീർത്തനം ഏറ്റവും ദീർഘമേറിയ ഒരു സങ്കീർത്തനമാണ് വേദപുസ്തകത്തിലെ. എന്നാൽ അതിനകത്ത് ദൈവവചനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പറയുന്നത്. But what I want to show you is how we are taught the teaching method in Psalm 119. 119 സങ്കീർത്തനത്തിൽ ആ ദൈവവചനം പഠിക്കേണ്ട രീതിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. Each line is of course in English called a verse. ഓരോ വാക്യത്തെയും നമ്മൾ ഇംഗ്ലീഷിൽ വേഴ്സ് എന്നാണ് പറയുന്നത്. And the whole of the psalm is divided into 8 verses each. എല്ലാ ആ ഒരു വാക്യങ്ങൾ എടുത്ത് നോക്കിയാൽ 8 വാക്യങ്ങളായിട്ട് അതിനെ ഓരോ ഖണ്ഡികയായിട്ട് തിരിച്ചിരിക്കുന്നു. So a group of 8 verses is called a stanza in English. ആ ഒരു 8 വാക്യത്തിന്റെ ആ ഒരു ഒന്നിച്ചതിനെ പറയുന്ന ഒരു ഖണ്ഡിക എന്ന് പറയുന്നു. So the first one in the Hebrew alphabet is called Aleph. ആദ്യത്തെ ആ 8 വാക്യത്തെ അതിനെ ഹീബ്രു അക്ഷരമാലയിൽ നിന്നാണ് അത് പറഞ്ഞിരിക്കുന്നത്. ആലെഫ് എന്ന് പറയുന്നു. In the second 8 is called Beth. രണ്ടാമത്തെ ആ 8 വാക്യങ്ങളെ ബേത്ത്. And then the third one is called Gimel. മൂന്നാമത്തെ ആ 8 വാക്യങ്ങളുടെ ഖണ്ഡിക ഗീമേൽ എന്ന് പറയുന്നു. These are the ABCs. ഇത് ഹീബ്രു അക്ഷരമാലയിലെ ABCD അത് അങ്ങനെയുള്ള അക്ഷരമാലയാണത്. Or in Gujarati Kaga. Okay. But here's the thing. Each one of those 8 verses, each verse begins with Aleph or A. ആദ്യത്തെ ആ 8 വാക്യങ്ങൾ ആ 8 വാക്യങ്ങൾ ആരംഭിക്കുന്നത് ഹീബ്രു ഭാഷയിൽ അലെഫ് എന്ന് പറയുന്ന ആ ഒരു അക്ഷരവുമായിട്ടാണ്. And then the second one, each one begins with Beth. രണ്ടാമത്തെ ആ 8 വാക്യങ്ങൾ അത് ആരംഭിക്കുന്നത് ബേത്ത് എന്ന് പറയുന്ന അക്ഷരവുമായിട്ടാണ്. It is to help people remember things. ഇത് നമുക്ക് വചനം അത് ഓർത്തിരിക്കുവാൻ വേണ്ടിയാണ്. And so I am using this method by using in the English language the letter C. ഞാൻ ഇതേ രീതി തന്നെ ഇംഗ്ലീഷ് ഭാഷയിൽ ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. That's why I've called it cultivating a closer connection with Christ. അതുകൊണ്ടാണ് ഞാൻ ആ സി എന്ന് പറയുന്ന അക്ഷരത്തിൽ നിന്ന് ആ ഒരു എൻ്റെ സന്ദേശത്തിൽ നിന്ന് ആ ഒരു പേര് കൊടുത്തിരിക്കുന്നത്. It's a help to remember the content of the message. അത് നമുക്ക് ഇന്നത്തെ ഒരു വചനം അത് ഓർത്തു വെക്കുവാൻ നമുക്ക് ഇടയായി തീരും. So I want to first of all start off
with Matthew chapter 22. മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. And sister, could you read verses 36 on to verse 40? 36 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഗുരു, ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലിയത് എന്ന് ചോദിച്ചു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. The first and the greatest need, requirement from God for us is to love God. ഏറ്റവും വലിയ ഒരു കൽപ്പന ദൈവത്തിൻ്റെ ഒരു വചനത്തിൽ നമ്മൾ കാണുന്നത് ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ്. And loving love is the highest aspect of a relationship. ഏതൊരു ബന്ധത്തിന്റെയും ഏറ്റവും പരമപ്രധാനമായ ഘടകം എന്ന് പറയുന്നത് സ്നേഹമാണ്. After being a minister for 50 years, this to me is one of the greatest verses in the whole of the Bible. ഈ കഴിഞ്ഞ 50 വർഷമായിട്ട് കർത്താവിന്റെ വേല ചെയ്യുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വചനമാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വചനം ദൈവവചനത്തിൽ. This is what I want you to. So the first C that I'm going to give you is commandment. ആദ്യത്തെ ആ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് കൽപ്പന എന്നുള്ളതാണ്. The first and the greatest commandment is not towards people, it's Godward. നമുക്ക് ആദ്യത്തേതായി നൽകിയിരിക്കുന്ന ആ കൽപ്പന എന്ന് പറയുന്നത് അത് ജനത്തോടല്ല, അത് ദൈവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. And that's when we first come to a service, we worship God. അതുകൊണ്ടാണ് നമ്മൾ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് കർത്താവിനെ ആരാധിക്കുവാൻ സമയമെടുക്കും. And may I commend you, you've got great worship in this church. എനിക്ക് വളരെ സന്തോഷത്തോടെ പറയാൻ കഴിയും, ഈ സഭയിൽ വളരെ നല്ല ആരാധനയാണ് നടക്കുന്നത്. And notice what the first commandment is. The first word is love. ആദ്യത്തെ കൽപ്പന എന്ന് പറയുന്നത് സ്നേഹം എന്നുള്ളതാണ്. What kind of love? ഏത് തരത്തിലുള്ള സ്നേഹം? To know, understand what kind of love the Bible is talking about, read 1 Corinthians chapter 13. നമുക്ക് ആ എന്ത് തരത്തിലുള്ള സ്നേഹമാണ് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കുവാൻ 1 കൊരിന്ത്യർ 13-ാം അധ്യായം നമുക്ക് വായിക്കണം. Love is the sign of a healthy relationship. ഒരു നല്ല ഒരു ബന്ധത്തിന്റെ ഒരു ലക്ഷണമാണ് സ്നേഹം എന്ന് പറയുന്നത്. And notice how we are to love God. എങ്ങനെയാണ് നാം ദൈവത്തെ സ്നേഹിക്കേണ്ടത്? To love the Lord with all our hearts, all our mind, all our soul, all our strength. നമ്മുടെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണാത്മാവോടെ പൂർണ്ണ മനസ്സോടുകൂടെ കർത്താവിനെ സ്നേഹിക്കുക. In Matthew it doesn't say this, but if you add Mark's account of it, it says to love God with all our strength as well. മത്തായി സുവിശേഷത്തിൽ പൂർണ്ണ നമ്മുടെ ശക്തിയോടെ സ്നേഹിക്കണമെന്ന് പറയുന്നില്ല, എന്നാൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ അതും കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്. So the first and the greatest commandment is to love God with our entire being. നമ്മുടെ മുഴുവൻ ശരീരവും നമ്മുടെ എല്ലാ ഘടകങ്ങളും ഒരുമിച്ച് ചേർന്ന് നാം കർത്താവിനെ സ്നേഹിക്കുക എന്നാണ് കർത്താവിന്റെ വചനത്തിന്റെ കൽപ്പന. And this is a lifelong process. ഇത് നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. Love speaks to us of connection. നമ്മുടെ ആ ബന്ധങ്ങളെയാണ് ആ സ്നേഹം എന്ന് പറയുന്നത് സംസാരിക്കുന്നത്. The highest form of connection. നമ്മുടെ ഏറ്റവും വലിയ ആ ബന്ധമാണ് സ്നേഹം എന്ന് പറയുന്നത്. And the second commandment is like the first. It's all, but it's notice it's second, it's towards people. രണ്ടാമത്തെ കൽപ്പന എന്ന് പറയുന്നത് അത് ദൈവത്തോടല്ല, അത് ജനത്തോടാണ്. To love your neighbor as yourself. നമ്മുടെ കൂട്ടുകാരനെ നമ്മെ പോലെ തന്നെ സ്നേഹിക്കുക. Now most of us know these words. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വചനമാണിത്. But to live it is a day by day challenge. എന്നാൽ ഇത് പ്രകാരം ജീവിക്കുക എന്ന് പറയുന്നത് ദിനംതോറുമുള്ള ഒരു വെല്ലുവിളിയാണ്. You see, connection or a relationship is a living, growing, developing matter. ആ ഒരു ബന്ധമെന്ന് പറയുന്നത് അത് ദിനംതോറും നമ്മൾ ജീവിക്കുക, അത് ദിനംതോറും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. And so the Bible talks about being far off from God or being near to God. നമ്മുടെ വചനത്തിൽ നമ്മൾ ആ ദൂരെ നിന്ന് എങ്ങനെയാണ് എന്നാൽ അടുത്ത് നിൽക്കുന്ന കർത്താവിനോട് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. In the Old Testament, God told Moses to build a tabernacle. പഴയ നിയമത്തിൽ മോശയോട് കർത്താവ് കൽപ്പിച്ചു ഒരു സമാഗമന കൂടാരം പണിയാൻ. There was a white fence called the outer court. പുറം പ്രാകാരം
ഏറ്റവും വെളിയിലുള്ള അതിനെ പ്രാകാരം എന്ന് വിളിച്ചു. And then inside there were 2 rooms. അകത്ത് 2 മുറികളുണ്ട്. The first room was called the holy place. ആദ്യത്തെ സ്ഥലം അത് അകത്തോട്ട് കയറുമ്പോൾ ആദ്യമുള്ളത് വിശുദ്ധ സ്ഥലം. And the second room was called the most holy place. രണ്ടാമത് അതിന് അപ്പുറത്തോട്ട് കടന്നു ചെല്ലുമ്പോൾ അത് വിശുദ്ധ സ്ഥലം. In the outer court only the people could come. പ്രാകാരത്തിലാണ് ജനം കടന്നു വന്നിരുന്നത്. In the holy place the priest could go. വിശുദ്ധ സ്ഥലത്ത് പുരോഹിതൻ കടന്നുപോയി. In the most holy place only the high priest could go once a year into the most holy place. എന്നാൽ അതിവിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതന് ആണ്ടിൽ ഒരിക്കൽ മാത്രമേ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. So there's different degrees of closeness to the Lord. അവിടെ നമ്മൾ കാണുന്നത് കർത്താവ് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ പല തരത്തിലുള്ള ആ ബന്ധങ്ങളെയാണ് നമ്മളവിടെ കാണുന്നത്. Okay, so the first word was commitment. The second word is conflict. രണ്ടാമത്തെ വചനം വാക്കെന്ന് പറയുന്നത് അത് നമ്മുടെ ആ ബന്ധത്തിലുള്ള ആ ഒരു വിടവാണ്. God has revealed himself to Adam and Eve from the very beginning. ആദാമിനും ഹവ്വയ്ക്കും തുടക്കം മുതലേ ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുത്തു. He had provided everything they needed. അവർക്ക് വേണ്ടതെല്ലാം കർത്താവ് അവിടെ അവർക്ക് ഒരുക്കി കൊടുത്തു. But he gave them one commandment: eat of all the trees, but don't eat of the tree of the knowledge of good and evil. അവിടെ അവർക്ക് കൊടുത്ത കൽപ്പന എന്ന് പറയുന്നത് എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിക്കാം, എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ ഭക്ഷിക്കരുത് എന്നുള്ളതായിരുന്നു. And why did God put that tree there? എന്തുകൊണ്ടാണ് കർത്താവ് അവിടെ ആ ഒരു ദൈവം അവിടെ ആ ഒരു വൃക്ഷത്തെ വെച്ചത്? The Lord said, eat of all the trees, don't eat of the tree of the knowledge of good and evil. If you partake of that, you will die. അവിടെ ആ ഒരു കൽപ്പന കൊടുത്തപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് മറ്റെല്ലാ വൃക്ഷങ്ങളിൽ നിന്നും ഭക്ഷിക്കാം, എന്നാൽ ആ ഒരു വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കാനിടയായി. So every day Adam and Eve had to make a choice. എല്ലാ ദിവസവും ആദാമിനും ഹവ്വയ്ക്കും ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. The choice to either obey God or the choice to disobey God. അവിടെ ഒരു തിരഞ്ഞെടുപ്പ്, ദൈവത്തെ അനുസരിക്കണമോ ദൈവത്തെ അനുസരിക്കണ്ട എന്നുള്ളൊരു തിരഞ്ഞെടുപ്പ് ഓരോ ദിവസവും എടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. And choice is a function of our will. നമ്മുടെ തീരുമാനം, അത് നമ്മുടെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ നിന്ന് വരുന്ന ഒരു തീരുമാനമാണ്. And no, you cannot have love without choice. നമുക്ക് ആ ഒരു തിരഞ്ഞെടുപ്പ് നമുക്ക് നടത്തുന്നില്ല എങ്കിൽ നമുക്ക് ഒരിക്കലും സ്നേഹം നമ്മളിൽ ഉണ്ടാകാനിടയില്ല. You can't have a gun and put it in somebody's hand and say love me. You can't, doesn't work. നമുക്ക് ഒരു വ്യക്തിയുടെ നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് എന്നെ സ്നേഹിക്കണമെന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. One of the greatest gifts God has given to humanity is the ability to choose. നമുക്ക് മനുഷ്യവർഗത്തിന് ദൈവം തന്നിരിക്കുന്ന ഒരു വലിയൊരു കഴിവാണ് നമുക്ക് തിരഞ്ഞെടുപ്പിന്റെ ആ ഒരു സ്വാതന്ത്ര്യം. So God wanted Adam and Eve to freely choose to love God. അവിടെ ആദാമിനും ഹവ്വയ്ക്കും ആ ഒരു സ്വാതന്ത്ര്യമായിട്ട് അവർക്ക് തീരുമാനം എടുക്കാനുള്ള ഒരു അവസരം കർത്താവ് ഒരുക്കി കൊടുത്തു, ദൈവത്തെ സ്നേഹിക്കുവാൻ വേണ്ടി. Then the devil comes and how does he tempt Adam and Eve? എങ്ങനെയാണ് അവിടെ പിശാച് കടന്നു വന്ന് ആദാമിനെയും ഹവ്വയെയും പരീക്ഷിക്കുന്നത് നമുക്കറിയാം. First, question what God had said. ആദ്യത്തെ ചോദ്യം അവിടെ പറയുന്നു. And secondly, first to question, secondly to oppose God's word. ആദ്യം ദൈവം എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുന്നത്, രണ്ടാമത് എങ്ങനെ ദൈവത്തെ തള്ളി പറയണമെന്നുള്ളതിനെ കുറിച്ചുകൂടെ പറയുന്നു. And thirdly, he put a question mark on God's character. God is stopping you from eating of this tree because you'll be like God, knowing good and evil. അവിടെ മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് ദൈവിക സ്വഭാവത്തിനോടൊരു ചോദ്യചിഹ്നമായിട്ട് അവിടെ ആദാമിന്റെ ഹവ്വയുടെ മനസ്സിലേക്കും നിങ്ങൾ ഇത് കഴിച്ചാൽ ദൈവത്തെ പോലെ ആയിത്തീരും എന്നുള്ളൊരു ചോദ്യചിഹ്നമായിട്ട് അങ്ങനെ ഒരു സംശയം അവരിലേക്ക് ഉളവാക്കുന്നതാണ്. And now Adam and Eve make a choice to go against what God had said. അവിടെ അപ്പോൾ നമ്മൾ കാണുന്നത് ആദാമും ഹവ്വയും ദൈവത്തിന്റെ ആ ഒരു ഹിതത്തിന് വിരോധമായിട്ട്, കൽപ്പനയ്ക്ക് വിരോധമായിട്ട് ഒരു തിരഞ്ഞെടുപ്പ് നടത്തുന്നതാണ്. Previously, when they chose God, their will and God's wills were aligned. നേരത്തെയുള്ള അവരുടെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അവരുടെ ഇഷ്ടവും ദൈവത്തിന്റെ ഇഷ്ടവും തമ്മിൽ ഒരുമിച്ച് പോകുന്നതായിരുന്നു. But when they chose to partake of the tree of knowledge of good and evil, their will and God's will clashed. എന്നാൽ അവിടെ ആ ഒരു വൃക്ഷത്തിൽ നിന്ന് ഒരു ഭക്ഷിക്കാൻ തീരുമാനമെടുത്തപ്പോൾ ദൈവത്തിന്റെ ഹിതവും ആദാമിന്റെ ഹവ്വയുടെയും അവരുടെ തീരുമാനവും തമ്മിൽ അവിടെ വിരുദ്ധമായി മാറുകയാണ്. That day their connection with God was broken. അവർക്ക് ദൈവമായിട്ടുള്ള ബന്ധം ആ ദിവസം അവിടെ ഇല്ലാതായി തീരുന്നു. Death in the Bible means separation. മരണം എന്ന് പറയുന്ന ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വേർപാടിനെയാണ് കാണിക്കുന്നത്. When they disobeyed, their relationship with God
was broken. അവരെ അനുസരണക്കേട് കാണിച്ചത് മുഖാന്തരം ദൈവവുമായിട്ടുള്ള അവരുടെ ബന്ധം അവിടെ മുറിയപ്പെടുകയാണ്. That's why in Ephesians 2 says, you were dead in trespasses and in sins. അതുകൊണ്ട് എഫെസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന നിങ്ങളുടെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നിങ്ങൾ. What happened? They devalued God's word. അവരെ ദൈവവചനത്തെ അവിടെ തള്ളി പറയുന്നു. And they maligned God's character. അവിടെ ദൈവത്തിന്റെ ആ സ്വഭാവത്തെ അവിടെ അവർ തള്ളിക്കളയുന്നു. And from that day onwards, men and God became strangers. അവിടെ ആ ദിവസം മുതൽ മനുഷ്യനും ദൈവവും ഒരു അപരിചിതരെ പോലെ ആയി മാറുകയാണ്. So the conflict brought, of course, not only spiritual death, but afterwards they also died physically. അവിടെ ആ ഒരു വിടവ് അവിടെ വന്നത് കാരണം അവിടെ ആ ഒരു ആത്മീക മരണം മാത്രമല്ല ശാരീരികമായിട്ടുള്ള മരണവും അതോടെ അവിടെ And death is the separation of the body from the soul. നമ്മുടെ മരണം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവും ജീവനും തമ്മിലുള്ള ആ ഒരു വേർപാടിനെയാണ് കാണിക്കുന്നത്. So the first C was commandment. ആദ്യത്തെ എന്ന് പറയുന്നത് കൽപ്പന. The second C was conflict. രണ്ടാമത്തെ എന്ന് പറയുന്നത് ആ ഒരു The third C is the cross. മൂന്നാമത്തത് കുരിശിനെ കാണിക്കുന്നു. So God gave them a promise that he would send a redeemer. കർത്താവിന്റെ വചനം പറയുന്നു നമുക്കൊരു വീണ്ടെടുപ്പുകാരനെ അയക്കും. And thousands of years later Jesus came. 1000 വർഷങ്ങൾക്ക് ശേഷം അവിടെ യേശു കർത്താവ് കടന്നു വരുന്നു. And 1 Timothy 2 tells us there is only one mediator between God and man, the man Christ Jesus. 1 തിമോഥെയോസ് 2 ലേഖനത്തിൽ 2 അധ്യായത്തിൽ വായിക്കുന്നു ദൈവത്തിന്റെ മനുഷ്യർക്കിടയിൽ ഒരേ ഒരു മധ്യസ്ഥൻ മാത്രം, അത് കർത്താവായ യേശു ക്രിസ്തു. And through the cross Jesus as it were took the hand of God and he took our hand and he joined us together again. നമ്മളെ ദൈവവുമായിട്ട് വീണ്ടും ബന്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ആ ക്രൂശമരണ മുഖാന്തരം ക്രിസ്തുവിന്റെ ക്രൂശമരണ മുഖാന്തരം നമ്മളെ വീണ്ടും ആ ബന്ധം മടക്കി സ്ഥാപിച്ചു. Death is separation and joined together is salvation. ആ മരണം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു വേർപാടിനെ കാണിക്കുന്നുവെങ്കിൽ ക്രൂശിൽ കൂടെ ആ ഒരു ക്രിസ്തുവിന്റെ മരണത്തിൽ കൂടെ നമുക്ക് രക്ഷ നേടിയെടുത്തു. And as Pastor Saji said, there's only one mediator. There's only one person through whom we can be saved, through Jesus Christ. കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ നമുക്ക് രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം മാത്രമാണ്. No religion, no philosophy can join the hands of God and man. ഒരു മതങ്ങളോ ഒരു സിദ്ധാന്തങ്ങളോ മുഖാന്തരം മനുഷ്യനും ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ കഴിയുകയില്ല. Only Jesus could do it. കർത്താവായ യേശു ക്രിസ്തു കൂടെ മാത്രമേ അത് കഴിയുകയുള്ളൂ. Because he was not only a man, he was God as well. കാരണം യേശു ക്രിസ്തു ഒരു മനുഷ്യന് മാത്രമല്ല ദൈവപുത്രനായിരുന്നു. There are many gurus in the world, there are many philosophers in the world, but there's only one savior in the world. നമുക്ക് ലോകത്ത് നോക്കിയാൽ അനേകം ഗുരുക്കന്മാരെ കാണാം, അനേക സിദ്ധാന്തങ്ങൾ പറയുന്നവരെ കാണാം, എന്നാൽ ഒരേ ഒരു രക്ഷകൻ അത് യേശു ക്രിസ്തു മാത്രമാണ്. We hear again and again with our people always lead to God. നമ്മൾ പലപ്പോഴും ജനത്തെ നമ്മൾ കേൾക്കാറുണ്ട്, ഏത് മാർഗം എടുത്താലും അത് ദൈവത്തിലേക്ക് നയിക്കുന്നു. It is absolutely contrary to the Bible. Only one way leads to God. എന്നാൽ അത് നമുക്കറിയാം വചനത്തിൽ നിന്ന് വളരെ വിധമാണ്, കാരണം ഒരേ ഒരു മാർഗമേ ഉള്ളൂ കർത്താവിലേക്ക് കടന്നു വരുവാൻ. So now through the cross God has reconnected us to himself. നമുക്ക് ക്രൂശമരണത്തിൽ കൂടെ നമുക്ക് ദൈവമായിട്ടുള്ള ഒരു ബന്ധം അവിടെ നമുക്ക് മടക്കി ലഭിക്കുകയാണ് ചെയ്യുന്നത്. Now I want you to remember when Jesus died on the cross, something happened in the temple that was standing at that time. It's called Herod's temple. അവിടെ നമുക്കറിയാം ക്രിസ്തുവിന്റെ ക്രൂശമരണത്തിന്റെ സമയത്ത് അവിടെ ദേവാലയത്തിൽ സംഭവിച്ചൊരു കാര്യം നമുക്ക് നോക്കാം. Turn your Bibles with me to Matthew chapter 27. മത്തായി സുവിശേഷം 27-ാം അധ്യായം verses 50 and 51. And when Jesus cried out again in a loud voice, he gave up his spirit. In other words, he died. Look what happened in the temple. At that moment, the curtain of the temple was torn in two from top to bottom. അവിടെ വായിക്കുന്നത്, യേശു പിന്നെ ഉറക്കെ നിലവിളിച്ചു പ്രാണനെ വിട്ടു. അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽ തൊട്ട് അടിയോളം രണ്ടായി ചീന്തിപ്പോയി. Remember what I said to you, in the tabernacle of Moses there was an outer court and two rooms. The rooms were separated not by a wall like that, it was separated simply by a curtain, which was a very, very thick curtain.
അവിടെ നമുക്കറിയാം സമഗമന കൂടാരത്തിൽ പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം ഇതിനെ തിരിച്ചിരുന്നത് കട്ടിയുള്ള ഒരു കേർട്ടൻ കൊണ്ടായിരുന്നു. That curtain spoke that you can't go beyond this point. ആ കേർട്ടൻ അവിടെ ഉള്ളതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുകയില്ല എന്നാണ്. But when Jesus died, that curtain was broken, was split from top to bottom without any human hands. അവിടെ നമുക്ക് വായിക്കുന്നത് ക്രിസ്തുവിന്റെ ക്രൂശമരണത്തിന്റെ സമയത്ത് ഒരു മനുഷ്യനും തൊടാതെ ആ തിരശ്ശീല അടി തൊട്ട് മുകൾ തൊട്ട് അടി വരെ അത് ചീന്തി രണ്ടായിട്ട് പിളർന്നു മാറുകയാണ്. The Lord was telling that through the cross of Jesus Christ, He has now torn the curtain from top to bottom. He's removed the no entry sign, and you can now go into the most holy place. നമ്മൾ മനസ്സിലാക്കേണ്ട ക്രിസ്തുവിന്റെ ക്രൂശമരണത്തിൽ കൂടെ ആ തിരശ്ശീല രണ്ടായിട്ട് പിളർന്നു മാറുമ്പോൾ നമുക്ക് അതുവരെ ലഭിക്കാതിരുന്ന ആ ഒരു പ്രവേശനം, ക്രിസ്തുവെ കർത്താവിലേക്കുള്ള ആ ഒരു പ്രവേശനം നമുക്ക് അവിടെ ലഭിക്കുകയാണ് ചെയ്യുന്നത്. So you can get very, very close to God now. നമുക്ക് കർത്താവിനോട് വളരെ അടുത്ത് ചെല്ലുവാനുള്ള ഒരു അവസരം അതിൽ കൂടെ ലഭിക്കുന്നു. He has made the way for us to have a close connection with the Lord. നമുക്ക് ദൈവമായിട്ട് വളരെ അടുത്തൊരു ബന്ധം സ്ഥാപിക്കാനുള്ള ഒരു വഴിയാണ് നമുക്ക് അതിൽ കൂടെ ലഭിച്ചത്. And so after that had happened, here's the next C: call and conversion. നമ്മൾ വിളിച്ചപേക്ഷിക്കുക, മനസ്താപം ഉണ്ടാകുക എന്നുള്ളതാണ് അടുത്തത്. Jesus had paid the price to reconnect us to Himself. നമ്മെ ആ ദൈവത്തിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള ആ ഒരു വില ക്രിസ്തു അവിടെ കൊടുത്തു. And now He sends out the disciples with the gospel call. അവിടെ അതിനുശേഷം ശിഷ്യന്മാരെ സുവിശേഷവുമായിട്ട് അവിടെ പറഞ്ഞയക്കുകയാണ്. That as we hear about what Jesus has done for us on the cross, we would give our lives back to the Lord. നമുക്ക് വേണ്ടി ക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ച് നമുക്ക് വേണ്ടി ചെയ്തു ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ നമ്മൾ മടക്കി ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുകയാണ്. As we hear the message that through Christ we can receive forgiveness of sins and have our relationship restored with God. നമ്മൾ വചനത്തിൽ കൂടെ നമുക്കറിയാം, നമ്മൾ ക്രിസ്തുവിന്റെ മരണത്തിൽ കൂടെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് നമുക്ക് ക്രിസ്തുവിലേക്ക് ആ രക്ഷ നമുക്ക് ലഭിക്കുകയാണ്. And so as we receive Jesus Christ as our Savior, this is what happens. നമ്മൾ യേശുവിനെ കർത്താവായി രക്ഷകനായി സ്വീകരിക്കുമ്പോൾ ഇതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. 1, forgiveness of sins. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം. 2, we are accepted by God. കർത്താവിൽ നമ്മളെ സ്വന്തമായിട്ട് അംഗീകരിക്കുന്നു. Thirdly, in English it's called regeneration or born again. We are dwelt in and by the Spirit of God. We are born of the Spirit of God. മൂന്നാമതായിട്ട് സംഭവിക്കുന്നത് വീണ്ടും ജനനം എന്നുള്ളതാണ്. We receive life from the Lord. നമ്മൾ ക്രിസ്തുവിൽ നിന്ന് ഒരു വീണ്ടും ഒരു ജീവിതം നമുക്ക് ലഭിക്കുന്നു. He who has the Son has life. He who does not have the Son has not life. ക്രിസ്തു നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്ക് ജീവനുണ്ട്, ഇല്ല എങ്കിൽ നമുക്ക് ജീവനില്ല എന്നുള്ളതാണ്. Now let me make this point. ഇത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയട്ടെ. All religions, Hinduism, Buddhism, all religions of the world are based on good and evil. എല്ലാ മതങ്ങളും എടുത്തു നോക്കിയാൽ നല്ലത് തീയത് ഈ രണ്ട് ഘടകങ്ങളാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. Do you know what Christianity is based on? എന്താണ് ക്രിസ്തു മതത്തിന്റെ അടിസ്ഥാനം? First is based on this: either you living or you dead spiritually. രണ്ട് കാര്യമാണ്. ഒന്നുകിൽ നമ്മൾ ജീവിക്കുക, അല്ലെങ്കിൽ നമ്മൾ ആത്മീയമായി മരണപ്പെട്ട അവസ്ഥ. And so first and foremost need is for to us to have spiritual life. നമുക്ക് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ആത്മീയ ജീവൻ നമ്മൾ ഉണ്ടാകുക എന്നുള്ളതാണ്. I want you to turn with me to 1 John 5. This is so important that we get hold of this. 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായം. 1 John chapter 5. John verse 11, and this is chapter 5 verse 11. This is the testimony: God has given to us eternal life. Where can you find eternal life? This life is in His Son. Then whoever has the Son has life. Whoever does not have the Son does not have life. ആ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യജീവൻ തന്നു, ആ ജീവൻ അവന്റെ പുത്രനുണ്ട് എന്നുള്ളത് തന്നെ. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രനില്ലാത്തവന് ജീവൻ ഇല്ല. So religion can teach us about good and bad, but religion cannot give you life. മറ്റു മതങ്ങൾ നമ്മൾ നോക്കിയാൽ നല്ലത് തീയതിനെ കുറിച്ച് പറയുന്നു, എന്നാൽ ഒരിക്കലും ഒരു മതത്തിൽ നമുക്ക് മറ്റൊരു മതത്തിൽ നോക്കിയാൽ നമുക്ക് ജീവനും മരണവും എന്നുള്ള ആ ഒരു കാര്യം കാണുവാൻ കഴിയുന്നു. All human beings living have physical life, but they do not have spiritual life.
നമുക്ക് നോക്കിയാൽ ജീവിക്കുന്ന മനുഷ്യർക്കെല്ലാം അവർക്ക് ശാരീരികമായിട്ടുള്ള ഒരു ജീവനുണ്ട്, എന്നാൽ ആത്മീയ ജീവൻ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ Only those that have been born of the Spirit have spiritual life in them. ആത്മാവിൽ ജനിച്ചിരിക്കുന്നവർക്ക് മാത്രമേ ആത്മീയ ജീവൻ ഉണ്ടാകുകയുള്ളൂ. Now, this is another commencement of the Christian life. ഇത് അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ആരംഭമാണ്. And most of us here, if not all, we've got as far as there. നമുക്ക് നമ്മളിവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും അത് ആരംഭിച്ചവരാണ്. But you know that we don't all have the same degree of closeness to the Lord. എന്നാൽ നമ്മൾ ഇവിടെ ആയിരിക്കും നമ്മൾ ഓരോരുത്തരും നോക്കിയാൽ നമുക്ക് ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധം ഒരേ നിലയിലായിരിക്കുകയില്ല. We can all have a very close relationship with God. നമുക്ക് എല്ലാവർക്കും വളരെ അടുത്ത ഒരു ബന്ധം ഉണ്ടായിരിക്കാം. But it depends how we respond to God. ആ ബന്ധത്തിൽ നമ്മൾ എങ്ങനെ കർത്താവിനോട് പ്രതികരിക്കുന്നു എന്നുള്ളതാണ് അവിടെ നോക്കേണ്ടത്. Let me give you an example from marriage. വിവാഹത്തിന്റെ ആ ഒരു ഉദാഹരണം ഞാൻ പറയാം. Two people stand before the minister and he pronounces them husband and wife. The two have become one. അവരെ രണ്ട് ഭാര്യയും ഭർത്താവും അവിടെ ദൈവസന്നിധിയിൽ നിൽക്കുന്നു. കർത്താവിന്റെ ദാസൻ പറയുന്നതോടെ അവരെ രണ്ടുപേരും അവിടെ ഉടമ്പടി പറഞ്ഞ് അവർ ഒന്നായി തീരുന്നു. That's the commencement of their marriage life. അവരുടെ ആ വിവാഹ ജീവിതം അവിടെ ആരംഭിക്കുകയാണ്. But it will take them, well, I've been married for over 50 years. Okay. We still have to work every day to remain close to each other. എന്നാൽ കഴിഞ്ഞ 50 വർഷമായിട്ട് വിവാഹം കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോഴും ഓരോ ദിവസവും ആ ഒരു തീരുമാനം എടുത്തെങ്കിൽ മാത്രമേ ആ ഒരു നല്ലൊരു ബന്ധത്തിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. Two people can be in the same house and be very close if in physical distance, but they can be miles away in emotional and other ways. രണ്ട് ഭവനത്തിൽ ഒരുമിച്ച് താമസിക്കുന്ന രണ്ട് വ്യക്തികളായിരിക്കാം. ശാരീരികമായി നോക്കിയാൽ വളരെ തമ്മിൽ അകലമില്ലായിരിക്കാം, എന്നാൽ മാനസികമായിട്ട് ആ ഒരേ ഭവനത്തിൽ വളരെ അകലത്തിൽ ജീവിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. And so when we receive the Lord, that relationship has only started. നമ്മൾ ദൈവവചനത്തിൽ നോക്കിയാൽ നമ്മുടെ ആത്മീയ ജീവിതം അവിടെ ആരംഭിക്കുന്നതേ ഉള്ളൂ. But every day we have to cooperate with God so that if we draw near to God, He draws near to us. നമ്മൾ ദൈവമായിട്ട് നമ്മൾ കർത്താവിനോട് അടുക്കുകയാണെങ്കിൽ കർത്താവ് നമ്മളോട് അടുത്ത് വരിക തന്നെ ചെയ്യും. So we have different degrees of closeness to God. നമുക്ക് പല തരത്തിലുള്ള ബന്ധമായിരിക്കും ദൈവമായിട്ടുള്ളത്. And what I want to teach you, it's not going to be finished in this one. Next time I'm going to follow that up. Is to teach you, okay, you've begun your relationship connection with God. Now how can you continue and develop it? നമ്മുടെ ആ ഒരു ദൈവമായിട്ടുള്ള നമ്മുടെ ആ ഒരു ബന്ധം നമ്മൾ ആരംഭിച്ചു, അതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. All right, let's move on to the next C. That C is commitment. നമ്മുടെ ദൈവമായിട്ടുള്ള ആ ബന്ധത്തിൽ നമ്മുടെ ആ ഒരു കടപ്പാട് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് അടുത്തത്. When we received Christ, we made an initial commitment to the Lord. നമ്മൾ ക്രിസ്തുവിനെ നമ്മുടെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ നമ്മൾ ആദ്യത്തെ സമർപ്പണം അവിടെ എടുത്തു. Commitment is very, very important in a relationship with God. നമ്മൾ ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ ആ ഒരു സമർപ്പണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. The more important the relationship, the deeper the level of commitment required. നമുക്ക് എത്രത്തോളം പ്രാധാന്യം അറിയിക്കുന്നതാണ് നമ്മുടെ ആ ദൈവമായിട്ടുള്ള ബന്ധം, അത്രത്തോളം ആഴത്തിലായിരിക്കും നമ്മുടെ ദൈവമായിട്ടുള്ള ആ ബന്ധത്തിൽ നമ്മുടെ സമർപ്പണം എന്ന് പറയുന്നത്. The relationship between a husband and wife is a very important relationship. ദൈവമായിട്ടുള്ള ആ ഒരു ബന്ധം എന്ന് പറയുമ്പോൾ ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബന്ധത്തിൽ അതിന്റെ ആ സമർപ്പണം വളരെ അത്യാവശ്യമാണ്. So two people have to make commitments. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ആ ഒരു തീരുമാനം ആ സമർപ്പണം എടുക്കേണ്ടത് ആവശ്യമാണ്. And this commitment that we make when we take marriage vows is a commitment for the rest of our life. നമ്മൾ വിവാഹത്തിൽ എടുക്കുന്ന ആ ഒരു ഉടമ്പടി എന്ന് പറയുന്നത് നമ്മുടെ ശേഷിക്കുന്ന ആ ഒരു ജീവിതം മുഴുവനും നിലനിൽക്കേണ്ടതാണ്. But it ends at death. അത് ആ മരണത്തോടെ അത് അവസാനിക്കുന്നു. Our commitment to work is only for a period of time. നമ്മുടെ ജോലിയിലുള്ള നമ്മുടെ ആ ഒരു സമർപ്പണം എന്ന് പറയുന്നത് ആ ഒരു കാലഘട്ടത്തിലേക്ക് മാത്രമാണ്. It's an important commitment, but you can change jobs. നമുക്ക് വലിയൊരു സമർപ്പണമായിരിക്കാം, അതൊരു പക്ഷേ നമുക്ക് എന്നാൽ അതിനെ മാറ്റുവാൻ കഴിയും. But commitment to the Lord is not only for this life, it is forever. നമുക്ക് എന്നാൽ ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്ന് പറയുന്നത് ആ സമർപ്പണം എന്ന് പറയുന്നത് ഈ ഒരു കാലത്തിലേക്ക് മാത്രമല്ല, അത് നിത്യമായി നിലനിൽക്കുന്ന ഒന്നാണ്. And therefore it requires from us a very high level of commitment.
commitment. അതുകൊണ്ട് തന്നെ അതിന് വളരെ വലിയ നിലയിലുള്ള ഒരു സമർപ്പണം നമുക്ക് ആവശ്യമാണ്. Now let's develop this further. ഇത് നമുക്ക് മുന്നോട്ട് ചിന്തിക്കാം. Turn your Bibles with me to the Gospel of Luke. ലൂക്കോസിന്റെ സുവിശേഷം. If we're going to be followers of the Lord requires commitment not only at the beginning, but right throughout our lives, a deeper commitment. നാം കർത്താവിനെ പിൻപറ്റുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ആരംഭത്തിൽ മാത്രമല്ല ജീവിതം മുഴുവൻ നമുക്ക് ആ ഒരു സമർപ്പണം ആവശ്യമാണ്. In verse 25, you could perhaps read from verse 25. Read from verse 25 on to verse 33. Luke's Gospel, chapter 14, verse 25 to verse 33. ലൂക്കോസിന്റെ സുവിശേഷം 14-25 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ഏറെ പുരുഷാർ അവനോട് കൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത്, എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പയക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. നിങ്ങൾ ആരെങ്കിലും ഒരു ഗോപുരം പണിയുവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്നത് തീർപ്പാൻ വക ഉണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ? അല്ലെങ്കിൽ അടിസ്ഥാനമിട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്ന് വന്നേക്കാം. കാണുന്നവരെല്ലാം ഈ മനുഷ്യൻ പണിവാൻ തുടങ്ങി, തീർപ്പാനോ വകയില്ല എന്ന് പരിഹസിക്കുമല്ലോ. അല്ല, ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് പടയേൽപ്പാൻ പുറപ്പെടും മുമ്പേ ഇരുന്ന് 20,000 വരുന്നവനോട് ഞാൻ 10,000 എതിർപ്പാൻ മതിയോ എന്ന് ആലോചിക്കുന്നില്ലയോ? പോരാ എന്ന് വരികിൽ മറ്റവൻ ദൂരത്തിരിക്കുമ്പോൾ തന്നെ സ്ഥാനാപതികളെ അയച്ച് സമാധാനത്തിന് അപേക്ഷിക്കണം. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടു പിരിയുന്നില്ല എങ്കിൽ അവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. What was happening was that Jesus, because of his healing and his teaching, he was becoming popular and the crowds were coming to him. അവിടെ നമുക്കറിയാം ക്രിസ്തുവിന്റെ ആ ഒരു ശുശ്രൂഷയിൽ താൻ ചെയ്യുന്ന അത്ഭുതങ്ങൾ കണ്ടിട്ട് അനേകർ തന്നെ പിൻപറ്റുവാനായി കടന്നു വന്നു. And now the Lord says to them, He says, whoever does not carry their cross and follow me cannot be my disciple. And then he says, count the cost. If you're going to build a building, count the cost first. Have you got enough money to be able to complete it? അവിടെ കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് എൻ്റെ ശിഷ്യനാകണമെങ്കിൽ ആ എല്ലാം ഉപേക്ഷിച്ച് എന്നെ പിൻപറ്റണം. നമ്മൾ അവിടെ തുടർന്ന് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ് നമ്മൾ അതിന് വേണ്ടി കൊടുക്കേണ്ട വില എന്നുള്ളത് നമ്മളത് നോക്കിയിട്ടാണ് ഏതൊരു കാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ്. If when we come to the Lord, our commitment is weak, the rest of your Christian life will be weak. നമ്മൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ സമർപ്പണം അത് ക്ഷീണിച്ചു പോകുന്നതാണെങ്കിൽ നമുക്ക് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം, ആത്മീയ ജീവിതം മുഴുവൻ അത് ക്ഷീണിച്ചതായി മാറും. But if our commitment is strong, we will be strong. എന്നാൽ നമ്മുടെ ആ ദൈവമായിട്ടുള്ള സമർപ്പണം അത് ശക്തമേറിയ ഒരു സമർപ്പണം നമുക്കുണ്ടെങ്കിൽ നമ്മളും അതുപോലെ ആത്മീയമായി ശക്തരായി മാറുക തന്നെ ചെയ്യും. Let me give you another example from Luke chapter 9. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നമുക്ക് മറ്റൊരു ഉദാഹരണം കാണാം. Verse 57, and they were walking along the road, and this is Luke chapter 9, verse 57. A man said to him, I will follow you wherever you go. And Jesus replied, foxes have dens and birds have nests, but the Son of Man has nowhere to place his head. അവിടെ 57-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന, വഴി പോകുമ്പോൾ ഒരുത്തൻ അവനോട്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞു. യേശു അവനോട്, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവജാതിക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തല ചായ്പാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. Now look at what the man says in verse 57. I will follow you wherever you go. 57-ാം വാക്യത്തിലൂടെ പറയുന്നത്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാമെന്നാണ്. We would have signed him on the dotted line straight away. നമ്മളാണെങ്കിൽ അവിടെ ഉടനെ തന്നെ ആ വ്യക്തിക്ക് നമ്മൾ അതിന് അനുവാദം കൊടുക്കും. But Jesus knew what was in his heart. എന്നാൽ യേശു കർത്താവിന് അറിയാമായിരുന്നു തന്റെ ഹൃദയത്തിൽ എന്താണുള്ളത്. So the Lord says, foxes have dens and the birds have the nest, but the Son of Man has nowhere to place his head. What was he meaning? If you're going to be my follower, I can't promise you that life will be easy and plain sailing. എന്താണ് അവിടെ കർത്താവ് പറയുന്നതിന്റെ അർത്ഥം? നീ എന്നെ അനുഗമിക്കാൻ തീരുമാനിക്കുന്നെങ്കിൽ നീ മനസ്സിലാക്കണം, അതൊരു എളുപ്പമുള്ള ഒരു ജീവിതമായിരിക്കില്ല നിനക്ക് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. Now to the next man he says in verse 59, he said to another man, this one the Lord says, follow me. And he replied, Lord, first let me go and bury my father. അടുത്തതായിട്ട് ഇവിടെ വായിക്കുന്ന വേറൊരുത്തനോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ, ഞാൻ മുന്നേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. Now the Lord's reply was,
let the dead bury the dead, but you go and proclaim the kingdom of God. അവനവനോട് മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിട്ട് നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക എന്ന് പറഞ്ഞു. Now it's important how we interpret this. നമുക്കിത് എങ്ങനെ നമ്മൾ അതിനെ മനസ്സിലാക്കുന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്നു. The Lord is not teaching to disobey or dishonor your father and mother. ഈ വചനത്തിന്റെ അർത്ഥം നമ്മൾ ഒരിക്കലും നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കാതിരിക്കണം എന്നുള്ളതല്ല. Because the 10 Commandments tells us to honor your father and mother. 10 കൽപ്പനയിൽ നമ്മൾ വായിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കണം, അനുസരിക്കണം എന്ന് തന്നെയാണ്. What the Lord is saying is you cannot put your parents above God. നമുക്ക് വചനം കർത്താവിന്റെ കൽപ്പന എന്ന് പറയുന്നത് മാതാപിതാക്കൾക്ക് ദൈവത്തിന് മുകളിലായിട്ട് മാതാപിതാക്കളുടെ സ്ഥാനം കൊടുക്കരുത് എന്നുള്ളതാണ്. This is not just theory to me, this is what I experienced. ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞൊരു കാര്യമാണ്. Let me briefly give you my testimony. ഞാൻ എൻ്റെ സാക്ഷ്യം പറയട്ടെ. When I received the Lord soon after that, my parents were in Fiji. They'd come from Gujarat and they were living in Fiji. He says, write to your parents and tell them you become a Christian. ഞാൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവിനോട് പറഞ്ഞു, നിന്റെ മാതാപിതാക്കളെ അറിയിക്കുക, ഒരു ഫിജിയിലായിരുന്നു, നീ ഒരു ക്രിസ്ത്യാനിയെ മാറി എന്നുള്ളത്. Now my parents were Hindus, but they were very, very good parents. എൻ്റെ മാതാപിതാക്കള് ഹിന്ദു മതത്തിലായിരുന്നു, അവര് എന്നാൽ വളരെ നല്ല മാതാപിതാക്കളായിരുന്നു. And I knew that if I wrote to my parents, they would be upset. എന്നാൽ എനിക്കറിയാമായിരുന്നു ഞാൻ മാതാപിതാക്കൾക്ക് അങ്ങനെ അവരെ അറിയിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രയാസമുണ്ടാകുമെന്നുള്ളത്. And the Lord said, write to your parents and tell them you become a Christian. എന്നാൽ കർത്താവിനോട് പറഞ്ഞു, നീ ഒരു കത്തയച്ച് അവരെ അറിയിക്കുക, നീ ഒരു ക്രിസ്ത്യാനിയായി മാറി എന്നുള്ളത്. So my response was to put it off as long as I could. ഞാൻ എൻ്റെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് എനിക്കത് എത്രത്തോളം മുന്നോട്ട് നീക്കിക്കൊണ്ടു പോകാമോ ഞാനത് അറിയിക്കാതിരിക്കുക എന്നുള്ളത്. But the conviction became very strong. എന്നാൽ എനിക്ക് വീണ്ടും വീണ്ടും കർത്താവിനോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. So I knelt down and I was going to pray. ഞാൻ മുഴങ്കാൽ മടക്കി ഞാൻ പ്രാർത്ഥിക്കുവാനിരുന്നു. And I was hoping the Lord said, don't worry about writing, it's okay. ഞാൻ പ്രതീക്ഷിച്ചു കർത്താവിനോട് പറയും, അത് വിട്ടേക്ക്, അത് സാരമില്ല എന്ന്. Now as I knelt down, remember I'm a new Christian, I said maybe I'll open the Bible and see what the Lord says to me. ഞാൻ മുഴങ്കാൽ മടക്കി ഞാനൊരു പുതിയൊരു വിശ്വാസിയായിരുന്നു. ഞാൻ വചനം എടുത്ത് എന്താണ് കർത്താവിനോട് സംസാരിക്കുന്നത് നോക്കുവാൻ വേണ്ടി വചനം. Now this is not the way to get guidance, but I was a new Christian. I opened my Bible and you know what happened? My eyes locked in this. This is in Matthew chapter 10. If you love father and mother more than me, you're not worthy of me. ഞാൻ വചനമെടുത്ത് ഞാൻ വേദപുസ്തകം എടുത്ത് തുറന്നപ്പോൾ എനിക്ക് ആദ്യം ലഭിച്ച വചനം, എന്നേക്കാൾ ഉപരിയായി നിന്റെ അപ്പനെ അമ്മയെ സ്നേഹിക്കുന്നെങ്കിൽ നീ സ്വർഗ്ഗരാജ്യത്തിന് അവകാശിയാകാൻ യോഗ്യനല്ല If you put father, mother, children, whatever above God, that is idolatry. വചനത്തിൽ പറയുന്നത് നമുക്ക് ദൈവത്തിന് മുകളിലായിട്ട്, കർത്താവിന് മുകളിലായിട്ട് മാതാപിതാക്കളെയോ നമ്മുടെ കുഞ്ഞുങ്ങളെ എന്തെങ്കിലും നമ്മൾ സ്ഥാനം കൊടുക്കുന്നെങ്കിൽ നാം ദൈവരാജ്യത്തിന് യോഗ്യരല്ല എന്നുള്ളതാണ്. So I wrote the letter in Gujarati. ഞാൻ അവർക്ക് കത്തെഴുതുവാൻ ആരംഭിച്ചു. There were no emails those days. It was a handwriting letter. ആ കാലഘട്ടത്തിൽ ഇമെയിൽ ഒന്നും അയക്കാൻ കഴിയുമായിരുന്നില്ല. ഞാൻ കത്തെഴുതി. And I posted it and my dad wrote back to me. അത് ഞാൻ അയച്ചു കൊടുത്തു. എൻ്റെ പിതാവ് എനിക്ക് മറുപടി അയച്ചു. Now he was very, very upset with me. എന്നോട് എൻ്റെ പിതാവിന് വളരെയധികം എന്നോട് വിഷമമുണ്ടായി. And so what I had to do was very patiently tell my parents, I said, I'm your son. I was never a rebellious boy, but Dad, I will be even a better son to you now that I've become a Christian. ഞാൻ എൻ്റെ പിതാവിനോട് ഞാൻ ഇങ്ങനെയാണ് എഴുതിയത്, ഞാൻ എപ്പോഴും ഞാൻ അങ്ങേ അനുസരിച്ച് ഞാൻ ജീവിച്ചൊരു വ്യക്തിയാണ്, ഞാനൊരു ക്രിസ്ത്യാനിയായി മാറി, അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് കുറച്ചുകൂടെ നല്ലൊരു വ്യക്തിയായിട്ട് ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്ത് ഞാൻ ജീവിക്കുമെന്ന്. It took me at least 2 years before they accepted that. 2 വർഷം എടുത്തു അവരെന്നെ എൻ്റെ ഒരു തീരുമാനത്തെ അംഗീകരിക്കുവാൻ വേണ്ടി. I found that very hard. എനിക്കത് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. But you see, I had to count the cost. ഞാൻ അവിടെ എനിക്ക് ആ ഒരു തീരുമാനം എടുക്കുമ്പോൾ എനിക്ക് വളരെയധികം അതിനെക്കുറിച്ച് വില കൊടുക്കേണ്ടതായിട്ട് വന്നു. And because I counted the cost, no matter what life threw at me, I was not going to go back on being a follower of Jesus Christ. ഞാൻ ആ ഒരു വില കൊടുത്ത് ഞാൻ അത് നിൽക്കുമ്പോൾ ഞാൻ ഒരിക്കലും അത് പിന്തിരിഞ്ഞ് ഞാൻ ആ ദൈവത്തെ സേവിക്കുന്ന എൻ്റെ തീരുമാനത്തിൽ പിന്തിരിഞ്ഞു പോകാനിടയായില്ല. You know what our water baptism teaches us? എന്താണ് ജലസ്നാനം നമ്മളെ പഠിപ്പിക്കുന്നത്? Once you come out of the waters,
you're not going to go the way of the world again. നമ്മൾ ജലസ്നാനം സ്വീകരിച്ച് വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനം ഒരിക്കലും ഞാൻ ലോകപ്രകാരമുള്ള ഒരു ജീവിതത്തിനായിട്ട് തിരിഞ്ഞു In പോവുകയില്ല. the Old Testament, the opening of the Red Sea is a picture of water baptism. നമ്മളത് പഴയ നിയമത്തിൽ നോക്കിയാൽ ചെങ്കടൽ എന്ന് പറയുന്നത് ജലസ്നാനം സ്വീകരിക്കുന്നതിന്റെ ഒരു അടയാളമാണ്. The Red Sea opened and they went on to the other side. ചെങ്കടൽ പിളർന്ന് ഇസ്രായേൽ ജനം മറുവശത്തേക്ക് കടന്നു പോകുന്നു. Once they got on the other side, the Red Sea closed. അവർ മറുവശത്തേക്ക് എത്തിയപ്പോൾ ആ ചെങ്കടൽ വീണ്ടും ഒന്നായി തീർന്നു. What was the Lord trying to teach them? എന്താണ് കർത്താവ് അവരെ പഠിപ്പിക്കാൻ ആഗ്രഹിച്ചത്? They were now in the wilderness. അവര് അവിടെ മരുഭൂമിയിലാണ്. Then they will go to the promised land. അവിടെ നിന്ന് അവർ വാഗ്ദത്ത ദേശത്തേക്ക് കടന്നു പോകും. God had promised them to take them to the promised land. കാരണം കർത്താവ് അവരോട് കൽപ്പിച്ചതാണ് അവരെ വാഗ്ദത്ത ദേശത്ത് But you എത്തിക്കുമെന്നുള്ളത്. see, this is where your will comes in. God says, now no matter what life throws at you, you must keep on going forward. എന്നാൽ അവിടെ ദൈവചിത്തം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ തിരിഞ്ഞു പോവുകയല്ല, നമ്മൾ ആ തീരുമാനം ആ വാഗ്ദത്ത ദേശത്തെ പ്രാപിക്കാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് പോകുക തന്നെ ചെയ്യുക What did most എന്നുള്ളതാണ്. of the Israelites do? എന്താണ് ഇസ്രായേൽ ജനം ചെയ്തത്? Anytime they had a problem with water or food, yes, they kept on complaining and wish we were back in Egypt. ഓരോ പ്രാവശ്യം അവർക്ക് പ്രതിസന്ധിയെ കടന്നു വന്നപ്പോൾ, അവർക്ക് ഭക്ഷണത്തിന്റെ വെള്ളത്തിന്റെ പ്രതിസന്ധി വന്നപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ മിസ്രൈമിലായിരുന്നുവെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു പോവുകയാണ്. They were looking this way and they were looking that way. അവരെ മുന്നോട്ടും പുറകോട്ടും മാറി മാറി നോക്കുന്ന ഒരു സാഹചര്യം. And the Bible says the double-minded man will not receive anything from the Lord. നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നത്, ഇരുമനസ്സുള്ളവൻ ദൈവരാജ്യത്തിൽ നിന്ന് ഒന്നും പ്രാപിച്ചെടുക്കുകയില്ല എന്നുള്ളതാണ്. A lot of people call themselves Christians, but there's so many who are simply Christians in name only. നമുക്ക് നോക്കിയാൽ അനേക പേരിന് വേണ്ടി ക്രിസ്ത്യാനികളായി ജീവിക്കുന്ന അനേകരെ നമുക്കിന്ന് കാണുവാൻ കഴിയും. No strong commitment, not much love for the Word of God. Just merely normal Christians. ദൈവവചനത്തിനുള്ള സ്നേഹമില്ലാതെ, രാജ്യത്തിന് വേണ്ടിയുള്ള ഒരു സമർപ്പണമില്ലാതെ, പേരിന് വേണ്ടി മാത്രം ക്രിസ്ത്യാനികളായി There's ജീവിക്കുന്നത്. thousands of people who are in that category. നമുക്ക് അങ്ങനെയുള്ള കൂട്ടത്തില് ആയിരക്കണക്കിന് ആളുകളെ നമുക്ക് കാണുവാൻ കഴിയും. Now let me give to you Matthew chapter, we're going to finish. Matthew chapter 7. മത്തായി സുവിശേഷം 7-ാം അധ്യായം. And verse 21 says this, not everyone who says to me, simply with the lips, Lord, Lord, will enter the kingdom of heaven, but only the one who does the will of my Father. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. And so the point that I'm making is this, that unless your will is committed to do God's will, you will not make much progress in God. ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മുടെ ഇഷ്ടം ദൈവത്തിന്റെ ഇഷ്ടവുമായിട്ട് അത് ബന്ധപ്പെട്ട് പോകുന്നില്ല എങ്കിൽ നമുക്ക് ആത്മീയ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ I കഴിയുകയില്ല. finish with a little word of testimony. ഞാൻ ഒരു ചെറിയ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. I'll tell you, I'm over 75. And I've been a Christian for about 65 years. And a minister for 50 years. And this verse in Matthew 22 is more precious to me today than anything else in the world. എനിക്കിപ്പോൾ 75 വയസ്സുണ്ട്. 65 വർഷമായിട്ട് ഞാനൊരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നു. 50 വർഷത്തിലേറെ ആയിട്ട് ഞാൻ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഈ ഒരു വചനം മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിലെ ഈ ഒരു വചനം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും എനിക്ക് പ്രിയപ്പെട്ട ഒരു വചനമാണ്. There are thousands of Christians who have made a decision for the Lord, but when you look at their life, where is the excitement for God? ആയിരക്കണക്കിന് ജനത്തെ ദൈവസ്ഥാനത്തിലേക്ക് ആ ഒരു തീരുമാനമെടുത്ത് ദൈവഭാവത്തെ കടന്നു വന്നവരെ കാണാം. എന്നാൽ അവരുടെ ഉള്ളിൽ ആ ഒരു ആത്മീയ സന്തോഷം എവിടെ നോക്കിയാൽ കാണാൻ കഴിയും. They may come to church, they might pray a little bit, they might read the word of God as well, but where's the enthusiasm? Where's the excitement? Where's the joy in knowing the Lord? ആ ദൈവസഭയിലേക്ക് ആരാധനയ്ക്ക് കടന്നു വരുന്നു, പാട്ടുകൾ പാടുന്നു, വചനം വായിക്കുന്നു, മടങ്ങിപ്പോകുന്നു. എന്നാൽ ആ ആത്മീയ സന്തോഷം ദൈവസന്നിധിയിൽ കടന്നു വരുന്നുണ്ട്. ആ ഒരു ആത്മീയ സന്തോഷം, ആനന്ദവും എവിടെ നോക്കിയാൽ അത് കാണുവാൻ കഴിയുന്നില്ല. So this is my challenge to all of us. ഞാൻ ഒരു വെല്ലുവിളിയായിട്ട് നമ്മുടെ മുന്നിലേക്ക് ഈ ഒരു കാര്യം ഞാൻ വെക്കട്ടെ. I appeal to you to look at the
as your relationship with the Lord. നമുക്ക് കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ച് നമുക്കത് തിരിഞ്ഞ് ചിന്തിച്ചു നോക്കാം. Are you reading the word simply out of duty so that you can tick a box? Oh, I've read the word of God today. നമ്മൾ ദൈവവചനം വായിക്കുന്നത് നമ്മൾ ആ ഒരു കടമ നമ്മൾ ചെയ്യുന്നത് വായിച്ചു എന്നുള്ള പേരിന് വേണ്ടി നമ്മൾ വായിക്കുന്നവരാണോ? If you prayed, can you just I prayed and I can just tick the box? ഞാൻ പ്രാർത്ഥിച്ചു, ഇന്നത്തെ എൻ്റെ ആ ഒരു കടമ ഞാൻ നിർവഹിച്ചു എന്ന് പറയാൻ വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവരാണോ? Sunday I've gone to church, I tick a box. ഞാൻ ഞായറാഴ്ച ആരാധനയ്ക്കായി കടന്നുപോയി എൻ്റെ കടമ നിർവഹിച്ചു. All those things are absolutely essential. അത് നമുക്ക് ഇതെല്ലാം വളരെ അത്യാവശ്യമായ കാര്യങ്ങളാണ്. But is your heart in it? നമ്മുടെ ഹൃദയമായിട്ട് നമ്മുടെ ഹൃദയം കൊണ്ട് ആത്മാർത്ഥമായി നമ്മൾ അത് ചെയ്യുകയാണോ? Otherwise we just like the Pharisees. അല്ല എങ്കിൽ നമ്മൾ പരീശന്മാരെ പോലെ മാത്രമാണ്. Our actions are there, but our heart is not in it. നമ്മുടെ പ്രവൃത്തികളുണ്ട്, എന്നാൽ നമ്മുടെ ഹൃദയം അവിടെ ഇല്ല. I finish with that challenge. Let's bow our heads. നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. Brothers and sisters, while our heads are bowed and our eyes are closed, I'm asking you, this is the message the Lord has laid on my heart. It's heavily on my heart. I know the Lord wants me to give this message at the present time. I beg you, have a look at your relationship with the Lord. നമ്മൾ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, നിങ്ങൾ ഒരു നിമിഷം നമ്മൾ ചിന്തിച്ചു നോക്കുക, നമുക്ക് കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാണെന്ന് പകൽക്കാലമായിരിക്കുന്നതെന്ന്. We may deceive other people, but in your heart of hearts, I'm asking you today, before a God who sees your heart, what is your relationship with the Lord like? നമുക്ക് മറ്റുള്ളവരെ ഒരു പക്ഷേ നമുക്ക് കളിപ്പിക്കുവാൻ കഴിഞ്ഞേക്കാം, നമുക്ക് അവരോട് പറയാതിരിക്കാം. പക്ഷേ നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം മുമ്പാകെ നാം നമ്മോട് തന്നെ ചോദിക്കുക, നമ്മൾ ചിന്തിച്ചു നോക്കുക, പരിശോധിക്കുക, എങ്ങനെയാണ് ക്രിസ്തുവുമായിട്ട് നമ്മുടെ ഇത് പകൽക്കാലം ബന്ധമായിരിക്കുന്നതെന്ന്. I'm asking you this week, when you read the word, when you pray, on Sunday when you come to church, where is your heart? Are you doing it simply out of a sense of obligation or to look good before people, or is it because you really love the Lord? ഞാൻ ചോദിക്കട്ടെ, ഇന്ന് പകൽക്കാലം നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ, ദൈവവചനം വായിക്കുമ്പോൾ, ഞായറാഴ്ച ആരാധനയ്ക്കായി കടന്നു വരുമ്പോൾ അതൊരു കടമ നിർവഹിക്കുകയാണോ, മറ്റുള്ളവരുടെ മുന്നിൽ നല്ലവനെന്നൊരു പേരിന് വേണ്ടി അത് ചെയ്യുകയാണോ, അതോ യഥാർത്ഥമായിട്ട് ദൈവമായിട്ടുള്ള നമ്മുടെ ആ ഒരു സ്നേഹത്തിന്റെ ആഴത്തിൽ നിന്നാണോ നാം അത് ചെയ്യുന്നതെന്ന് ചിന്തിച്ചു നോക്കുക. If you're doing these things simply going through the motions, ask the Lord to forgive you and begin to quicken you as you make a fresh dedication to the Lord. ഇന്ന് പകൽക്കാലം നാം വെറുതെ ഒരു കടമ നിർവഹിക്കുന്ന പോലെ ഇതുവരെ ചെയ്തുവെങ്കിൽ, ഇന്ന് പകൽക്കാലം കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് ക്ഷമയാഴ്ചകൊണ്ട് ഒരു പുതിയ തീരുമാനം നമുക്ക് എടുക്കാം. ആത്മാർത്ഥമായ ദൈവത്തിന് വേണ്ടി നമ്മൾ ചെയ്യുമെന്നുള്ള തീരുമാനമെടുക്കാം. People may not see what you do or to do or don't do, but God sees everything, our motives and everything. നാം എന്ത് ചെയ്യുന്നില്ല എന്നുള്ളത് മറ്റു മനുഷ്യർ ഒരു പക്ഷേ കണ്ടില്ല എന്ന് വന്നേക്കാം, എന്നാൽ നമ്മുടെ ഹൃദയങ്ങളെ ആരാഞ്ഞറിയുന്ന ദൈവം സകലതും കണ്ടുകൊണ്ടിരിക്കുന്നു. Before I hand the meeting back, if you've got a need, would you please lift your hand up? If you're not well, I want to pray for you. If you have got some other need, whether it's a job or finance or family, just lift your hand up as I pray before I hand the meeting back. ഞാൻ എൻ്റെ വചനം അവസാനിപ്പിക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ദിവസം നിന്ന് പാൽക്കാരും ഒരു ആവശ്യമുണ്ടെങ്കിൽ, അത് ശാരീരികമായിട്ടുള്ള സൗഖ്യത്തിനായിരിക്കാം, നിങ്ങളുടെ ജോലിയായിരിക്കാം, നിങ്ങളുടെ സാമ്പത്തിക വിഷയങ്ങളായിരിക്കാം, നിങ്ങളുടെ കുടുംബജീവിതമായിരിക്കും, നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങളായിരിക്കാം, എന്തുണ്ടെങ്കിലും നിങ്ങളുടെ കരങ്ങളെ ഒരു നിമിഷം ഓർത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. Please, if there's anybody else, lift your hand up before God so that we can pray for you. നമുക്ക് കരങ്ങളെ ഉയർത്തി വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. And Father, now I pray, you see these hands which are lifted up. Come, Spirit of the living God, confirm your word, dear God, confirm your word. Those that need healing, heal them by the power of your Spirit, Lord. Let it penetrate their hearts and their bodies. Heal them, dear God. Those that have other needs, Lord, you tell us to give us our daily bread, our essential needs. Now meet these needs, we pray, in Jesus' name. Now, Father, I pray for the leadership of the church, for our pastor and his wife, and for the other leaders. I pray for the church. Bless them, prosper them. May they go from strength to strength. We pray this in Jesus' precious name. Amen. Hallelujah. Praise the Lord. Hallelujah. Such a powerful word this morning. Hallelujah. This morning when we were worshiping the Lord, this is exactly the word which God gave in my heart, that
Let us love the Lord and praise the Lord with all our strength, all our heart, all our mind. And this is a timely reminder for us as children of God. What God wants us, it is to stay in His will. So may I ask church to please once again stand in our feet. Pastor has already prayed over us this morning, but I want us to take a moment recollecting what the word has come to us this morning. It would have been an easy thing for God to not have that tree in the middle of the Garden of Eden. Easy tick. Easy tick. No tree, no sin, no problem. But then what Lord wanted us was to take control over it. Take charge over it. Not to create an artificial intelligence or a computer program which will run by itself, but the power of choice. And Pastor was very right when he said that after 50 years of marriage, every day he has to make a choice to love his wife. Love in the respect, what I mean to say, what the Bible says, love with all your heart, all your mind, and all your soul. And I can't disagree. I can't disagree. Every day morning, every step, every decision we make that choice in our life, how we honor that relationship. So as we all stand together, maybe just remember this, recall this word, what Pastor gave us this morning about that connection with the Lord. This is the greatest verse in the Bible. This is exactly what Jesus said to the disciple. This is the biggest commandment in the Bible, that you love the Lord with all your heart, all your mind, and all your soul. And next to that he said that love your neighbor as you love yourself. So take a moment, church, to pray these words upon our life. Take a moment to receive this revelation. The word has come to us. Let us not be a nominal Christian. Let us not do this tick box. Let us not do this just for any other reason. Let us not do the church just because of social connection, but as Pastor did mention, that it should be Godward, upward, towards God. What will be it that if we gain all these things in the world, all this connection, all this resources, all this thing, but we lose our eternity? So I pray this morning the word will sink into our heart, and it will create this very divine space in your life. That Jesus came that we may have life, and life in abundance. One of the translations say eternal life.
We shall not settle for anything less than that, church. I know problems are tough, situations are challenging. Do not be like Israelites turning back to the past. And telling that would have been better. This morning, let us turn forward. Let us put up our faith. Let us stand strong in telling that this too will pass away. And the love of God which is in your heart will take you across that Red Sea. Take you across this challenge. Take you across this pain. Take you across this difficult situation you're right now facing, and you're thinking that this is it. This is what the word of the Lord says, that He who is in you is greater than who is out there. What it needs is that faith and trust in the Lord. The choice what we make every day. Standing here, I'm not any better than you guys. There are times when I take wrong choices, but I tell that, Lord, I'm sorry. I want to make it right this morning, Lord. Hallelujah. I don't want to miss out that eternal space, that divine space what you have created for me. Therefore, I go to make room for you, that you will dwell with me there. So may we all join together and just pray this prayer. May we all join together and pray this prayer with Pastor, as he said. Let us not miss this sport. Let us by faith achieve this. Let's all join together as we sing this one stanza. Death could not hold you, the veil tore before you. You silenced the boast of sin and grave. The heavens are roaring the praise of your glory. For you are raised to life again. You have no rival, you have no equal. Now and forever, God, you reign. Yours is the kingdom, yours is the glory, yours is the name above all names. What a powerful name it is, what a beautiful name it is, the name of Jesus Christ my King. What a powerful name it is, nothing compares to this.